വിശദമായി മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എംടിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി എഴുത്തുകാരൻ NE സുധീർ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നുവെന്ന് MT തന്നോട് പറഞ്ഞു. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അതാണ് നല്ലതെന്ന് MT പറഞ്ഞുവെന്നും NE സുധീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ MT പറഞ്ഞ പരാമർശങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ NE സുധീറിന്റെ വിശദീകരണം എന്താണ്? എൽദോ, KLFന്റെ കോഴിക്കോട്ടെ വേദിയിൽ ഇന്നലെ MT വാസുദേവനാൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായ നൂതന പ്രവണതകളെ കുറിച്ചുള്ള വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരായ വിമർശനമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ മറിച്ച് ഇത് BJP-യെ കുറിച്ചുള്ള MTയുടെ വിമർശനമെന്നാണ് ഇടതുകാവ് പറയുന്നത്. ഇത്തരത്തിൽ ഇരുവിഭാഗവും തങ്ങളെപ്പറ്റി എന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു മറുകുറിപ്പ് ഇറക്കി MT രംഗത്തെത്തിയിട്ടില്ല. ദേശാമാനിയും കൈരളിയും ഒക്കെ ഇത് സർക്കാരിനെതിരായ വിമർശനമല്ല എന്ന് MT ഉദ്ധരിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണമോ കുറിപ്പോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് അടുത്ത ബന്ധമുള്ളതും സാഹിത്യകാരനുമായ സുധീർ NEയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ KLF ഉദ്ഘാടന വേദിയിൽ ചെറുത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നു. അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയില്ല. ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു. MT എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. അതായത് MT തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു. താൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. അതൊരു വിമർശനം തന്നെയാണ് താൻ ഉന്നയിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിതെളിച്ചാൽ അത് നല്ല കാര്യം എന്ന് തോന്നുമ്പോൾ MT എറിഞ്ഞ കല്ല് കൊള്ളേണ്ട ഇടങ്ങളിൽ കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ. EMS എങ്ങനെ ഒരു സമരാരാധനായി മാറുന്നു എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ പണ്ടേ കുഴിച്ചുമൂടി. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണെന്നും MT കുറ്റപ്പെടുത്തി. 1957 ബാലറ്റ് വിക്ടറിയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ എത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ലക്ഷ്യം നേടി എന്ന അകംഭാവത്തിൽ ചിലർ എത്തിപ്പെട്ടിട്ടുണ്ടാവും. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ച നേതാവായിരുന്നു EMS എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു MT നടത്തിയത്. ഒപ്പം റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തകർച്ചയിലേക്ക് നീങ്ങി അല്ലെങ്കിൽ USSR എങ്ങനെ തകർന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അത് സമകാലീന സാഹചര്യങ്ങളോട് ഏറെ പൊരുത്തപ്പെടുന്ന പരാമർശങ്ങളായിരുന്നു MTയുടേത്. MTയുടെ പ്രസംഗം വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യമടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അത്ര വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ MTയുടെ മകളുടെ അടുത്തെത്തി WDCയിൽ നിന്നും ഇന്നലെ ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം വാങ്ങുകയും ആ പൂർണ്ണരൂപമാണ് പിന്നീട് നമ്മളടക്കം കൊടുക്കുകയും ചെയ്തത്. എന്തായാലും അതിൽ നിശ്ചിതമായ വിമർശനങ്ങളും രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് വ്യക്തമായി നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തള്ളി അല്ലെങ്കിൽ അതിലെന്താണ് താൻ ഉദ്ദേശിച്ചതെന്നോ അല്ലെങ്കിൽ താൻ എന്തുദ്ദേശിച്ചില്ല എന്നോ വ്യക്തമാക്കിക്കൊണ്ടൊരു കുറിപ്പ് ഇതുവരെയും ഇറക്കിയിട്ടുമില്ല. എൽദോ, ശരി.